ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പപ്പിമോളെയും സത്യമോളെയും സുസ്മിതയുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ശാലിനി പ്രസംഗിക്കുവാണ്. അതെല്ലാം കേട്ട് സന്തോഷത്തോടെ വിഷ്ണു അവിടെ ഇരിക്കുവാണ്. ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരു വളവെങ്കിലും നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് മക്കൾ ആഗ്രഹിക്ക്, നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ആഗ്രഹിക്ക്. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. കുന്നോളം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കും എന്നുള്ള നമ്മുടെ പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ വിജയാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു എന്നും പറഞ്ഞ് ശാലിനിയുടെ പ്രസംഗം അവിടെ നിർത്തുവാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ ശാലിനിയുടെ പ്രസംഗത്തിന് കയ്യടിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ വിഷ്ണു അവരോടൊപ്പം ചേർന്ന് തന്നെ കയ്യടിയൊക്കെ നടത്തി അങ്ങനെ ഇരിക്കുവാണ്. സത്യമോളെയും പപ്പിമോളെയും മയക്കിക്കിടത്തി അവരെങ്ങനെ കാറിൽ കൊണ്ടുപോവാണ് ആ ഗുണ്ടകൾ. രോഹിത്തും ശ്യാമയും ശാരദാമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാനാണേ. ശാരദാമ്മ അവരോട് പറയുന്നുണ്ട്, വിഷ്ണുവിനോടൊപ്പം ഓട്ടോ ഓടിക്കുന്ന ഒരാളിൻ്റെ മോക്ക് എല്ലാ വിഷയത്തിനും A+ ഒക്കെ കിട്ടി. അതിൻ്റെ ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശാലിനിയും വിഷ്ണുവും മക്കളെല്ലാവരും കൂടെ ഓട്ടോയിൽ പോയിരിക്കുക. അവരിപ്പോൾ എത്തും. അമ്മേ, അതിനിപ്പോൾ പരിപാടി കഴിഞ്ഞ് കാണത്തില്ലേ? കഴിഞ്ഞ് കാണണം മോളെ, അവരിപ്പോൾ വരേണ്ടതാ. എന്തായാലും നിങ്ങൾ ചായ കുടിക്ക്. അപ്പോഴേക്കും അവരിങ്ങെത്തും. അല്ല, ചോദിച്ചില്ലല്ലോ, നിങ്ങളെ കണ്ടപ്പോൾ സത്യാമ്മ എന്തു പറഞ്ഞു? അമ്മയ്ക്കറിയാവുന്നതല്ലേ സത്യാമ്മയെക്കുറിച്ച്? ഞങ്ങളെ കാണാൻ വേണ്ടി കാത്തിരുന്ന പോലാണ്. ഞങ്ങളെ കണ്ടപ്പോഴേ വഴക്ക് പറയാൻ തുടങ്ങി. രോഹിത്ത് പറയുക, എനിക്കതിൽ സങ്കടം ഒന്നുമില്ല. കാരണമേ, ഞാൻ അതൊക്കെ കേൾക്കേണ്ടവനാ. അത്രമാത്രം കണ്ണുനീര് ഞാൻ എല്ലാവരെയും കുടിപ്പിച്ചിട്ടുണ്ട്. ശാരദാമ്മ പറയുക, മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യും രോഹിത്തെ, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. പിന്നെ ഈ തെറ്റ് മനസ്സിലാക്കി അവർ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അവരുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും ചെയ്തതും ജീവിച്ചതും കഴിഞ്ഞതും ഒക്കെ അങ്ങ് മറന്നേരെ. ഇനി മുതൽ ഒരു പുതിയ ജീവിതം അങ്ങനെ കരുതി മുന്നോട്ടങ്ങ് പോയാൽ മതി മക്കളെ. നഷ്ടപ്പെട്ട ജീവിതവും കടന്നുപോയ കാര്യങ്ങളും ഒക്കെ ഓർത്ത് എന്തിനാ ഇനി നിങ്ങളുടെ നല്ല ജീവിതം കഷ്ടത്തിലാക്കുന്നത്? രോഹിത്താണെങ്കിൽ ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ ശാരദാമ്മ പറയുന്നതെല്ലാം കേട്ടിരിക്കുവാണ്. പ്രസംഗവും മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ശാലിനിയും വിഷ്ണുവും വന്ന് നോക്കുമ്പോൾ കുട്ടികളെ കാണുന്നില്ല. സത്യേ, പപ്പി എന്ന് അലറി വിളിച്ചോണ്ട് വിഷ്ണു കരഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. ശാലിനി പൊട്ടിക്കരഞ്ഞോണ്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നു, വിഷ്ണുവേട്ടാ, എൻ്റെ മക്കൾ എവിടെ? ശാലിനി പേടിക്കാതെ, ഇവിടെ എവിടെങ്കിലും കാണോ അവര്? ശാലിനിയുടെ സമനില തന്നെ തെറ്റുന്ന അവസ്ഥയിലായി. വിഷ്ണുവേട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ മക്കളെവിടെ? ശാലിനിയിങ്ങനെ ടെൻഷൻ അടിക്കാതെ, എൻ്റെ മക്കളെവിടെ? ഇത് തന്നെ ശാലിനി ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്യാമ പറയുന്ന, അമ്മ ഇത്രയും നേരമായിട്ട് അവരെ കണ്ടില്ലല്ലോ, അതെന്ത് പറ്റിയെന്ന് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ മോളെ എന്നും പറഞ്ഞ ശാരദാമ്മ വിളിക്കുന്നുണ്ട് ശാലിനിയെ. വിഷ്ണുവേട്ടാ, ഇവിടെയുള്ള കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നതല്ലേ നമ്മുടെ മക്കള്, എന്നിട്ട് നമ്മുടെ മക്കളെ മാത്രം എന്താ കാണാതെ പോയത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദാമ്മയുടെ ഫോൺ ശാലിനിക്ക് വരുന്നത്. അമ്മേ, പപ്പിയെയും സത്യയും കാണാനില്ല. എന്താ മോളെ പറയുന്നത്? കാണാനില്ലെന്നോ? അവർ രണ്ടുപേരോടൊക്കെ കളിച്ചുകൊണ്ട് നടന്നതാ. ഇപ്പോൾ എവിടെ പോയെന്ന് അറിയില്ലമ്മ, ഇവിടെ എങ്ങും കാണുന്നില്ല കുട്ടികൾ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പോലീസ് ഇപ്പോൾ വരും. അയ്യോ മോളെ ശാലിനി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? അമ്മയെ ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ഇവിടൊക്കെ ഒന്ന് നോക്കട്ടെ. മോളെ വിളിക്കണേ. ശ്യാമയും രോഹിത്തും കേൾക്കുന്നുണ്ട്. എന്നാലും ശാരദാമ്മ പറയുന്നു, മക്കളെ രണ്ടുപേരെയും കാണുന്നില്ലെന്ന്, അവരവിടെ എല്ലാം നോക്കുവാണെന്ന്. പോലീസ് ഇപ്പോൾ എത്തുമെന്ന്. അമ്മേ, കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും ഒക്കെ അവിടെ ഉള്ളതല്ലായിരുന്നു, അപ്പോൾ കൊച്ചുങ്ങളെ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ? രോഹിത്തിനും പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഈ സ്ഥലം ഇതെവിടെയാ? ശാരദാമ്മ പറയുന്നു, ഇവിടെ അടുത്തെവിടെയോ ആ മോനെ, ഏതൊരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്താ. എന്നാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുട്ടികൾ എവിടെ പോകാനാ? പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കുന്നുണ്ടാവും. അയ്യോ രോഹിത്തെ, ഞാനിവിടെ ഇരുന്നാൽ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല. ഞാൻ കൂടെ വരാം. വേണ്ട ശ്യാമേ, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ വിളിച്ചു പറയാം കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് രോഹിത്ത് പോകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സുസ്മിതയുടെ ഫോൺ അവന് വരുന്നുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? അതെ, എനിക്ക് വേണ്ടത് ഞാനിങ്ങെടുത്തു. അപ്പോൾ നീ എൻ്റെ കുട്ടികളെ? അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടത് ഞാനിങ്ങെടുത്തെന്ന്. എനിക്ക് വേണ്ടത് കുട്ടികളെയായിരുന്നു, സത്യയും പപ്പിയെയും. ഒരു പൂന്നുള്ളി എടുക്കുന്ന പോലെ ഞാൻ അവരെ ഇങ്ങെടുത്ത്. ഇനി അവരെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിന്നോടൊന്ന് സംസാരിച്ചിട്ടാകാമെന്ന് വെച്ചു. അതാണല്ലോ നാട്ടുമര്യാദ. വേണ്ടേ, എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നീ ഒരു ചുക്കും ചെയ്യില്ലടാ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം എന്താണെന്നോ, നീ ആ പിള്ളേരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരാപത്ത് വരുന്ന നീ സഹിക്കത്തില്ലല്ലോ. എന്താ നിൻ്റെ ഉദ്ദേശം? എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടിയല്ല രോഹിത്തെ, വേണ്ടിയത് വേറൊരാൾക്കാ. അതായത് നിനക്ക് വേണ്ടി കോടികൾ ഇറക്കിയ ഒരാൾക്ക്. ഞാൻ ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞ് സുസ്മിത ഉപേന്ദ്രന് ഫോൺ കൊടുക്കുന്നുണ്ട്. രോഹിത്തെ, ഇത് ഞാനാടാ ഉപേന്ദ്രൻ.
നിനക്ക് കുട്ടികളെ ജീവനോടെ വേണമെങ്കിലേ നമ്മൾ തമ്മിലുള്ള ഇടപാടുകളൊക്കെ അങ്ങ് ക്ലിയർ ആക്കണം. എന്തിടപാട് ശരിയാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എടാ കൊള്ളാമല്ലോ, അപ്പോഴേക്കും നീ അതങ്ങ് മറന്നോ? എന്നെ വിശ്വസിച്ച് ഞാൻ കാശിറക്കി വാങ്ങിയ ആ വീടും പറമ്പും ഉണ്ടല്ലോ, അത് നീ എൻ്റെ പേരിൽ എളുപ്പം എഴുതി തന്നോണം. അതെ, ഞങ്ങളെ ചതിച്ച് വാങ്ങിയതല്ലേ, അപ്പോൾ ചെറിയൊരു ചതിയിൽ കൂടി ഞാൻ ഈ തിരിച്ചെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിലേ നീ ആ കുട്ടികളുടെ കാര്യം അങ്ങ് മറന്നേരെ, ഞാൻ അവരെ തീർത്തേക്കാൻ പോവുക. നിനക്കെന്നെ അറിയാമല്ലോ, ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറയത്തുള്ളൂ, അത് ഞാൻ ചെയ്ത് കാണിക്കുകയും ചെയ്യും. നിങ്ങളോട് ചതി കാണിച്ചത് ഞാനാ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം, പക്ഷേ കുട്ടികളെ ഒന്നും ചെയ്തേക്കരുത്. നിനക്ക് ആ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിലേ നീ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ പറയുന്ന ഡോക്യുമെൻസിൽ നീ ഒപ്പിട്ട് തരണം. എന്നാലേ ആ കുട്ടികളെ ഇനി നീ ജീവനോടെ കണി കാണൂ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഉപേന്ദ്രൻ വലിയ സന്തോഷത്തോടെ സുസ്മിതയോട് പറയാ, അവൻ വരും, അവൻ വന്നേ പറ്റത്തുള്ളല്ലോ. ശ്യാമയ്ക്കും ശാരദാമ്മയ്ക്കും എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് രോഹിത് ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് കണ്ടിട്ട്. ശ്യാമ വന്നിട്ട് പറയുന്നു, രോഹിത്തെ സുസ്മിതയാണോ വിളിച്ചത്? കുട്ടികളവിടെ ഉണ്ടെന്നാണോ പറഞ്ഞത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്നും പറഞ്ഞ് രോഹിത് ഇങ്ങനെ എളുപ്പം പോവുകയാണ്. വിഷ്ണുവും ഓട്ടോറിക്ഷ തൊഴിലാളികളും അവിടെ ഉള്ളവരെല്ലാം കുട്ടികളെ അന്വേഷിച്ച് നടക്കുവാണ്. ഇതൊന്നും അറിയാതെ സത്യമോളും പപ്പിമോളും മയങ്ങി അവരുടെ മടിയിലിങ്ങനെ കിടക്കുവാണ്. കുഞ്ഞുങ്ങളങ്ങനെ മയങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് ആ ഗുണ്ടകൾ ചോദിക്കുന്നു, എടാ ഓവർഡോസ് വല്ലതും കൊടുത്തോടാ? ഇല്ല, മൂക്കിൻ്റെ തുമ്പത്ത് ഞാനതിങ്ങനെ മണപ്പിച്ചതേ ഉള്ളൂ. കുട്ടികൾക്ക് ഒട്ടും അനക്കമില്ല, അതാ ഞാൻ ചോദിച്ചത്. ഉപേന്ദ്രനും സുസ്മിതയും ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. പിള്ളേരെയും കൊണ്ട് അവന്മാർ വരുന്നില്ലല്ലോ. ഉപേന്ദ്രൻ പറയാ, അവന്മാർ രണ്ടും പൊട്ടന്മാരാ, അവന്മാരെ പറ്റിച്ച പിള്ളേർ കടന്നു കളഞ്ഞു കാണും. സുസ്മിത പറയാ, വരണ്ട സമയം കഴിഞ്ഞ് വിളിക്കുന്നതും ഇല്ലല്ലോ. അല്ല, ഈ പിള്ളേരെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? അതൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, എന്നാൽ ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞൊരു ഗുണ്ട സുസ്മിതയെ വിളിക്കുന്നുണ്ട്. ഈ കുട്ടികളെ ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുവരേണ്ടത്? അതെ, മണിമല എസ്റ്റേറ്റിലോട്ട്. അവിടെ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സുസ്മിത സന്തോഷത്തോടെ ഉപേന്ദ്രനോട് പറയുന്നു, ഓപ്പറേഷൻ സക്സസ്, കുട്ടികളെ അവന്മാർ പൊക്കിയിട്ടുണ്ട്. ഉപേന്ദ്രൻ സുസ്മിതയോട് ചോദിക്കുന്നു, ഈ മണിമല എസ്റ്റേറ്റ് കുറേ ദൂരമല്ലേ, അതും കാട്, അതാ നമുക്ക് വേണ്ടത്. അവിടെ ആണെങ്കിൽ സേഫാണ്. എന്തിനാ അത്രയും ദൂരമൊക്കെ പോകുന്നത്? രണ്ട് പൊടിക്കുഞ്ഞുങ്ങളല്ലേ, ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ പോരായോ? സുസ്മിത പറയുക, പൊടിക്കുഞ്ഞുങ്ങൾ രണ്ടും ആറ്റം ബോംബുകളാ. അവിടെ കാടാവുമ്പോഴേ അടങ്ങി ഒതുങ്ങി അവിടെ കഴിഞ്ഞോളും. ഇല്ലെങ്കിൽ ആ പിള്ളേർ ബഹളം വെച്ച് നാടറിയിക്കും. അതുമാത്രമാണോ, കുട്ടികളെ കാണാതായ ശാലിനിയും വിഷ്ണുവും സംശയിക്കുന്നത് നമ്മളെ ആയിരിക്കും. നമ്മളെ തേടി അവരിങ്ങോട്ട് വരികയും ചെയ്യും. ഈ മണിമല എസ്റ്റേറ്റ് ആകുമ്പോഴേ അത്ര പെട്ടെന്നൊന്നും അവരുടെ കണ്ണിൽ പെടില്ല. രോഹിത്ത് സുസ്മിതയുടെ അടുത്തോട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് വരൂ. എൻ്റെ കുട്ടികൾ എവിടെ അടി? നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഒന്ന് അടങ്ങടാ. നീ ഇത്രയ്ക്കൊക്കെ വീര്യം കാണിക്കാനേ നീ വടക്കമ്പാട്ടിലെ ചന്തുവൊന്നും അല്ലല്ലോ. എടി, നീ എന്നെ ചന്തു ആക്കരുത്. ഇത് താക്കീതല്ല, നിനക്കൊക്കെയുള്ള മുന്നറിയിപ്പാ. കുത്തുവിളക്ക് പിന്നിൽ വെച്ച് കുത്തുവെന്ന് തെളിച്ച് പറയടാ എന്നും പറഞ്ഞു ഉപേന്ദ്രൻ്റെ വക. നിന്റെ മുൻപിലേ പാൽപ്പായസം വെച്ച് ഇവളൊക്കെ വിളമ്പിയപ്പോഴേ ഞാൻ അന്നേരേ പറഞ്ഞതാ, ഇവൻ തിരിഞ്ഞു കുത്തും, വിശ്വസിക്കരുതെന്ന്. പക്ഷെ അതൊന്നും ഇവരാരും കേട്ടില്ല. നീ കൊത്തി, നല്ല അന്തസ്സായിട്ട് തന്നെ ഞങ്ങളെ കൊത്തി. അതിന് പകരം തടയിടണ്ടേ? അതിനാടാ പിള്ളേരെ ഞങ്ങൾ എടുത്തത്. ഡാ പറയടാ, എവിടാടാ എൻ്റെ പിള്ളേരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ എന്നും പറഞ്ഞ് രോഹിത്ത് ഉപേന്ദ്രൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുവാണ്. സുസ്മിത, ഇടാ വിടറാ രോഹിത്തെ എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ട്. നീ തൊട്ടുപോകരുതടാ എന്നും പറഞ്ഞ് സുസ്മിത രോഹിത്തിനെ പിടിച്ചൊരു തള്ളു. രോഹിത്ത് ആ തൂണയിലിടിച്ചിങ്ങനെ നിൽക്കുവാണ്. എടാ, ഇപ്പോഴും നീ ഞങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലടാ. ഉപേന്ദ്രൻ പറയുന്നു, കുട്ടികളെ ഞങ്ങൾ തിരിച്ച് നിനക്ക് തരാം. അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നീ അത് തിരിച്ച് ഞങ്ങൾക്ക് എഴുതിത്താ. രോഹിത്ത് പറയാ, ആ വീടും പറമ്പും എല്ലാം എൻ്റെ ഭാര്യ ശ്യാമയുടെ പേരിൽ ഞാൻ എഴുതി വെച്ചു. അത് കേട്ട് ഉപേന്ദ്രന് സുസ്മിതയെ അങ്ങ് ഞെട്ടിപ്പോയി. ഉപേന്ദ്രൻ ദേഷ്യത്തോടെ പറയാ, എങ്കിലേ നീ ഇനി ആ കുട്ടികളെ കാണത്തില്ലടാ. നീ നിൻ്റെ ഭാര്യയായിട്ടങ്ങ് കഴിഞ്ഞാൽ മതി. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഞാനായിട്ട് ഒപ്പിച്ചു വെച്ചതെല്ലാം ഞാനായിട്ട് തന്നെ അങ്ങ് തീർക്കും എന്നും പറഞ്ഞ് രോഹിത്ത് പാൻറ്റിൻ്റെ പിൻപോക്കറ്റിൽ കരുതിയിരുന്ന ഒരു കത്തിയെടുത്ത് നിവർത്തുവാണ്. എന്നിട്ട് ഉപേന്ദ്രൻ്റെ നെഞ്ചത്തൊരൊറ്റ ചവിട്ട്. ഉപേന്ദ്രൻ തെറിച്ചങ്ങ് പോയി വീഴുവാണ്. അത് കണ്ട് സുസ്മിത പേടിച്ച് വായും പൊളന്ന് നിൽക്കുക. ഉപേന്ദ്രനെ കുത്താനായിട്ട് രോഹിത്ത് ഇങ്ങനെ കത്തിയും കൊണ്ട് പിടിക്കുവാണ്. ഉപേന്ദ്രനും രോഹിത്തും ചേർന്ന് കത്തിക്കൊള്ള പിടിവലി നടക്കുവാണ്. സുസ്മിത പറയുന്ന, രോഹിത്തെ വിട്, കുട്ടികൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണുള്ളത്. എടി, നിന്നെ ഒന്നും ഞാൻ വെച്ചേക്കത്തില്ലടി, എന്ത് വേണമെന്ന് അറിയാടി എനിക്ക് എന്നും പറഞ്ഞ് സുസ്മിതയെ കുത്താനായിട്ട് കത്തി ഇങ്ങനെ ഓങ്ങുമ്പോൾ ഒരു വലിയ തടിക്കഷ്ണം കൊണ്ട് പിന്നിൽ നിന്നും ചന്ദ്രബോസ് അവൻ്റെ തലയ്ക്കൊരൊറ്റടി. തലയ്ക്ക് അടിയേറ്റതും രോഹിത്തിന് തല ചുറ്റുന്ന പോലെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ചന്ദ്രബോസ് രോഹിത്തിനെ തൊഴിച്ചങ്ങ് എറിയുവാണ്.
രോഹിത്തിൻ്റെ കയ്യിലിരുന്ന കത്തിയും തെറിച്ച് താഴെ വീഴുന്നുണ്ട്. അങ്ങനെ ബോധം കെട്ടുകിടക്കുന്ന രോഹിത്തിനെ നോക്കി ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേടോ അന്നേ ഇവൻ ചതിക്കുമെന്ന്. അവൻ ചത്തെങ്കിൽ ചാവട്ടെ, അവനെ ഞാൻ കുഴിച്ചിടും. ഊരും പേരുമില്ലാതെ ഭൂമിക്കടിയിലോട്ട് പോകുന്ന അനാഥപ്രേതങ്ങളില്ലേ, അതിൻ്റെ കൂടെ ഒന്നുകൂടെ അങ്ങ് ചേരും, അത്രയേ ഉള്ളു. സുസ്മിത പറയാ, ഇനിയിപ്പോൾ പലരും വരും, സംഗതി ചൂട് പിടിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചൂട് പിടിപ്പിക്കണം, എന്നാലേ കൈവിട്ടു പോയതൊക്കെ നമ്മുടെ കൈവെള്ളയിലിട്ട് എത്തത്തുള്ളു. സുസ്മിത അവിടെ കാലുകൊണ്ട് രോഹിത്തിനെ നല്ലൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് ഒന്ന് ഞെരങ്ങുന്നുണ്ട്. ഇവൻ ചത്തിട്ടില്ല. ഉപേന്ദ്രൻ പറയുന്നത്, അങ്ങനൊന്നും ഇവനെ ഉടനെ പറഞ്ഞു വിടാൻ പറ്റില്ല, നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടേ ഇവനെ കാലപുരിക്ക് അയച്ചാൽ മതി. ചന്ദ്രബോസ് പറയുന്നത്, വാങ്ങിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചെടുത്തോണം, പിന്നെ ഇവനെ പറഞ്ഞു വിടുന്ന കാര്യമുണ്ടല്ലോ അത് ഞാൻ നോക്കിക്കോളാം. ഈ യമപുരിയിലേക്ക് ആളെ കയറ്റിവിടുന്ന ജോലിയെ എനിക്കേ ചേരത്തുള്ളൂ, പിടിക്കടോ അവനെ എന്നും പറഞ്ഞ് കാലെ പിടിച്ച് വലിച്ച് ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടെ രോഹിത്തിനെ വലിച്ചെങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ശാരദാമ്മയുടെ അടുത്തോട്ട് വിഷ്ണുവും ശാലിനിയും കൂടെ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുവാണ്. കരഞ്ഞുകൊണ്ട് വരുന്ന ശാലിനിയെ നോക്കി ശാരദാമ്മ ചോദിക്കുന്നു, എന്താ മോളെ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നുമില്ലമ്മേ, പോലീസുകാരൊക്കെ അവരുടേതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ കുട്ടികളെ അവിടെ ഒക്കെ നോക്കി, എങ്ങും കണ്ടില്ലമ്മേ. വിഷ്ണു പറയുന്നു, ഇതിലെന്തോ ചതിയുണ്ട്, അത്രയും നേരം ആ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നതാണ് സത്യയും പപ്പിയും. ഇത് മനഃപൂർവ്വം ആരോ നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ പണിയാണ്. ശാരദാമ്മ പറയുന്നു, ആരുടെയോ ഫോൺ രോഹിത്തിന് വന്നു, രോഹിത് അപ്പം തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്തു. ആരാ വിളിച്ചത്, ആരുടെ ഫോണായിരുന്നു? ഉടനെ ശ്യാമ പറയുന്നു, വിഷ്ണുവേട്ടാ, വിളിച്ചത് സുസ്മിതയാണ്. അവൾ എന്തൊക്കെയോ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് വിഷ്ണുവേട്ടാ. രോഹിത് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ശാലിനി പറയുന്നു, വിഷ്ണുവേട്ട, ഇനി അവളാണോ എൻ്റെ പിന്നിൽ? അവളാണെങ്കിൽ അവളെ ഇന്ന് ഞാൻ തീർക്കും. വിഷ്ണുവേട്ട, രോഹിത് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്, അത് മാത്രമല്ല അവരുമായിട്ട് അത്രയ്ക്ക് രസത്തിലുമല്ല. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ രോഹിത് കുറേ പേപ്പറുകളൊക്കെ അടുക്കി പെറുക്കി അലമാരയുടെ താഴെ വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. അപ്പോൾ ആ പേപ്പർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ ശ്യാമേ? അല്ല വിഷ്ണുവേട്ട, സുസ്മിത ഇനി ആ പേപ്പറുകൾക്ക് വേണ്ടിയാണോ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയത്? വിഷ്ണുവേട്ട, എങ്കിൽ ആ പേപ്പർ സുസ്മിത തേടിക്കൊണ്ടിരിക്കുന്നത് തന്നെ ആയിരിക്കും. അതെന്താണെന്ന് അറിഞ്ഞാൽ സുസ്മിതയാണോ ഇതിൻ്റെ പിന്നിൽ നമുക്ക് അറിയാൻ പറ്റും. നിക്ക്, ഞാൻ രോഹിത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ വിളിക്കുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന രോഹിത്തിൻ്റെ പാക്കറ്റിൽ നിന്ന് അവൻ്റെ ഫോൺ റിങ് ആകുന്നുണ്ട്. ഇത് സുസ്മിതയും ഉപേന്ദ്രനും കാണുന്നുണ്ട്. വീണ്ടും റിങ് ആകുന്നത് കണ്ടിട്ട് സുസ്മിത പറയുന്നു, അതെ, അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കും. ഉപേന്ദ്രൻ പറയാ, വേണ്ടാന്ന്, വിളിക്കുന്നവർ മടുക്കുമ്പോൾ അവരങ്ങ് നിർത്തിക്കോളും. ഇതേ ലൊക്കേഷൻ നോക്കി ഇവിടെ വന്ന് പൊക്കിക്കൊണ്ട് പോകാനോ, ഇവിടെ വന്ന് എന്തോ പൊക്കാനോ, ഇവനെ പൊക്കിക്കൊണ്ട് പോകാനോ? കുട്ടികളെ നമ്മൾ സേഫായിട്ട് മാറ്റിയില്ലേ, പിന്നെന്തിനു പേടിക്കാനാ? നീർക്കോലി കഴിച്ചാലും അത്താഴം മുടങ്ങില്ലെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഉപേന്ദ്രൻ പറയാ, എവിടെയും വലിയ ശൗര്യമാക്കിക്കൊണ്ട് നടക്കുന്നവനല്ലേ വിഷ്ണു, കാണട്ടെ അവൻ്റെ വീരവും ശൗര്യവും ഒക്കെ ഒന്ന്. അവൻ വന്ന് കുട്ടികളെ ഒന്ന് രക്ഷിച്ച് കാണിക്കട്ടെ, അപ്പോൾ ഞാൻ സമ്മതിക്കാം അവനൊരു ഒന്നൊന്നര ആണാന്ന്. ശാലിനി അനുവിനെ വിളിച്ചിട്ട് പറയുന്നു, ഞാനൊരു നമ്പർ അനുവിന് ഇട്ടിട്ടുണ്ട്, ആ നമ്പറിൽ നിന്ന് ആരെയൊക്കെയാണ് അവസാനം വിളിച്ചിരിക്കുന്നത് നോക്കിയിട്ട് എനിക്ക് പറയണം. പപ്പിമോക്കും സത്യമോക്കും ബോധം തെളിഞ്ഞിട്ടില്ല. ഗുണ്ടകൾ മണിമലയിലോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശ്യാമയും ശാലിനിയും വിഷ്ണുവും കൂടെ ഇവരുടെ വീട്ടിൽ വന്നിരിക്കുവാണ്. രോഹിത് അവിടെ ഒളിച്ചു വെച്ച പേപ്പർ എന്തൊക്കെയാണെന്ന് നോക്കാനുള്ള വരവാണ്. ശ്യാമ വന്ന് അലമാരിയൊക്കെ തുറന്ന് അവരെ കാണിക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ ആണ് കുഞ്ഞേച്ചി അന്ന് വെച്ചത് ഞാൻ കണ്ടത്. രോഹിത് അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മുഖ്യമായി എന്തോ കാര്യമുണ്ട്. അങ്ങനെ ആ അലമാരയുടെ അടിയിൽ നിന്നും ആ കവർ അവർ കണ്ടെത്തുവാണ്. ശ്യാമ അത് തുറന്നു നോക്കിയിട്ട് പറയുന്നു, ഇത് തന്നെയാ കുഞ്ഞേച്ചി, ഈ കടലാസുകൾ തന്നെയാണ് ഞാനന്ന് കണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത് ഒളിച്ചു വെച്ചിരുന്നത് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് ചതിച്ച് ഉപേന്ദ്രൻ വാങ്ങിയ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്രമാണമായിരുന്നു. സ്വന്തം തെറ്റുകളെല്ലാം മനസ്സിലാക്കി രോഹിത് ആ പ്രമാണമെല്ലാം ശ്യാമയുടെ പേരിൽ എഴുതി കാണുമെന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.